എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലേയിൽ നിന്ന് തിരിച്ച് സോൻമാർഗ് വഴി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി ആരംഭിക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ്, യാത്ര ചെയ്ത് സന്തോഷമുള്ളൊരു സ്ഥലമാണ് ലേ. നല്ല തണുപ്പുണ്ട്, ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഇവിടെ ഈ ബുദ്ധിസ്റ്റ് കൾച്ചർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ. വഴിയിൽ ഒരാൾ വണ്ടി നിർത്തിയേക്കുവാണെങ്കിൽ ആരും ഉടക്കുണ്ടാക്കാനോ ഓണടിക്കാനൊന്നും പോലും, അവരപ്പുറത്തോടെ പോകും. ഇന്നലെ ഞങ്ങളൊരു സീൻ കണ്ടതാണ്. ഒരാൾ വഴിയുടെ നടുക്ക് നിർത്തിയിട്ട് അപ്പുറത്തെ കടയിൽ പച്ചക്കറി മേടിക്കാൻ പോയേക്കുക. എല്ലാവരും വെയിറ്റ് ചെയ്യുക ആ പുള്ളി വരാൻ വേണ്ടി. അങ്ങനെ അത്രയ്ക്കും സിമ്പിളായിട്ടാണ് ആൾക്കാർ ഇത് ഡീൽ ചെയ്യുന്നത്. അത് എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത്. ആരും അങ്ങനെ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും വെക്കാറില്ല, അല്ലേ? ഒരു ഒച്ച വെക്കുന്ന പോലും കേട്ടിട്ടില്ല ആരും. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനായിട്ടുണ്ട് ഡെയിലി. ഞങ്ങളാകെ കർദുംഗ്ല മാത്രമേ ഇവിടെ സ്ഥലത്തിന് പറഞ്ഞ ഹോൾ ഓഫ് ഫെയിം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ വണ്ടി കൊണ്ട് പോയി കാണാൻ പറ്റുന്നതോടെ മാത്രമേ നമ്മൾ പോയുള്ളൂ. ഇനി സിയാച്ചിൻ കിടക്കുന്നു, നുബ്ര വാലി കിടക്കുന്നു, ഉംലിംഗ്ല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഭയങ്കര രസമാണ് അവിടെ എല്ലാം കാഴ്ച. എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി വേറൊരു ബൈക്ക് റെൻ്റ് എടുത്തിട്ട് പോയായിരുന്നു. പുള്ളിയുടെ ഇവിടെ EV ഇട്ടിട്ട് പുള്ളി ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പുള്ളി പോകുന്നത് മണാലി വഴി. നമ്മുടെ വണ്ടി ആ വഴി പോകാൻ ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ ഇപ്പുറം വഴി പോകുന്നു. യാത്ര ഭയങ്കര രസകരമായിരുന്നു, അല്ല മധു? പിന്നെ ഒരു കാര്യം പ്രത്യേകം, വരുമ്പം ലിബാം മേടിച്ചുകൊണ്ട് വരണം. ഞങ്ങളത് മേടിക്കാൻ ഞങ്ങളുടെ ചുണ്ട് രണ്ടുപേരും പൊട്ടി ഒരു പരുവായി. നല്ല താമര പോലെ ഇരുന്ന ചുണ്ട, മറ്റേ ദിലീപ് പറയുന്നതല്ലേ. ഇപ്പം അയല ഭർത്തവല്ലേ. ഞങ്ങളിപ്പം നേരെ ചെന്ന് നമ്മളെ സ്ഥിരം ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത് അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകും. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷൻ 91 കിലോമീറ്ററാണ്. കയറ്റവും ഇറക്കവും എല്ലാം ആയിട്ടുള്ളൊരു വഴിയാണ്. അപ്പം വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്ത് വേണം നമുക്ക് പോകാൻ. അപ്പം ഇന്നുള്ളത് നമ്മുടെ മടക്കയാത്രയുടെ കാഴ്ചകളാണ്. നമ്മൾ ജയ്പൂർ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞല്ലോ ജയ്പൂർ വഴിയാണ് പോകുന്നതെന്ന്. അപ്പം എല്ലാവരെയും ഇന്നത്തെ യാത്രയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുവേ നമ്മൾ മലയാളികൾക്ക് പട്ടാളക്കാരുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നേയില്ല. ഏറ്റവും ലീസ്റ്റ്, ഏത് യുദ്ധം ഉണ്ടായാലും ഏറ്റവും ലീസ്റ്റ് അഫക്റ്റഡ് ഏരിയയാണ് നമ്മുടെ കേരളം. അത് നോക്കുമ്പം ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അവരെന്തുമാത്രം സാക്രിഫൈസ് ചെയ്താണ് അവർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാകുന്നത്. ശരിക്കും അവരൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. മഴയാണേലും വെയിലാണേലും മഞ്ഞാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡിനും മാറ്റമില്ല. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾക്കും ഒരു കുറവുമില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നേരെ അവരെ പോയി കാണുക. സാറേ ഇന്നോലൊന്ന് ചെയ്തു തരാമോ, അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാമോ, അവർ റെഡിയാണ്. അതിനകത്ത് അവർക്ക് നോ എന്ന് പറഞ്ഞൊരു വേർഡില്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കൊരു ഹോൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർഗിൽ വാർ നടന്ന സമയത്തെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഒരു സാറ്, റിട്ടയർ ചെയ്തൊരു സാറാണ്. ആ സാറതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്ന് കേൾക്കണം. എന്ത് ഡീറ്റെയിൽഡായിട്ടാണ് പുള്ളി പറയുന്നത്. നമ്മൾ ശരിക്കും ആ യുദ്ധമുഖത്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും പുള്ളിയുടെ ആ പ്രസൻറ്റേഷൻ. ഹോൾ ഓഫ് ഫെയിം കാണാൻ പറ്റത്തില്ല, അത് വീഡിയോ എടുത്തായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഈ മലകളൊക്കെ താണ്ടിയാണ് നമ്മൾ പോകേണ്ടത്. ഒരുപാട് ദൂരം പോകാനുണ്ട്. 343 കിലോമീറ്റർ ഉണ്ട് സോൻമാർഗിന്. എത്താൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പിള്ളേർക്കൊക്കെ സ്കൂൾ തുറക്കാറായി. നമ്മൾ പെഹൽഗാമും ഗുൽമർഗും ഒക്കെ പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് തൽക്കാലം ഡ്രോപ്പ് ചെയ്തു. അപ്പം ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണാൻ ഒന്ന് ശ്രമിക്കുക. ഇപ്പം നമ്മൾ ഈ ചാർജ് ചെയ്യാൻ പോകുന്നത് ലഡാക്കിലെ നമ്മുടെ ലാസ്റ്റത്തെ ചാർജിങ്ങാണ്. ലഡാക്കിലെ ലാസ്റ്റത്തെ അല്ല കേട്ടോ, ലേയിലെ ലാസ്റ്റത്തെ ചാർജിങ്ങാണ്. നമ്മൾ ഇപ്പോഴത്തെ ചെയ്യാൻ പോകുന്ന ചാർജിങ് ലേയിലെ ലാസ്റ്റത്തെ ചാർജിങ്ങാണ്. അങ്ങനെ ഞങ്ങൾ ലേയിലെ പമ്പിൽ നിന്ന് ചാർജ് ചെയ്ത് നമ്മൾ കലാഷി എന്ന് പറഞ്ഞാൽ അടുത്ത ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ അവിടെയും ഫുള്ളാക്കും.
അതും വർക്കിംഗ് ആണ്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏറ്റവും ഈ റൂട്ടിലെ ഏറ്റവും ഹയസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫത്തുല്ല ടോപ്പ് എന്ന് പറഞ്ഞ ടോപ്പ്, അതെനിക്ക് തോന്നുന്നു 13,000 ചില്ല, ഞാൻ കറക്റ്റ് ഇത് ഫീറ്റ് ഓർക്കുന്നില്ല, ആ ഫീറ്റിൽ ഉള്ളതാണ്. അവിടെയും വരെ എത്തണമെങ്കിൽ 34 കിലോമീറ്റർ ഉണ്ട്. അത് നല്ല അപ്പ് ഹില്ലാണ്. അപ്പോൾ അത് നമ്മൾ വളരെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ച് അവിടെ എത്തണം. സ്പേസ് ജെറ്റാണ്, അത് മുമ്പ് മണ്ടലോട്ട് പോയതാണല്ലോ. സ്പേസ് ജെറ്റാണോ അവിടെ? അതേടാ സ്പൈസ് ജെറ്റാ. നമുക്കത് നമ്മുടെ ഇതുണ്ട്, ട്രക്ക് പോകുന്നുണ്ടോ, ആ വഴിയാണ് നമുക്ക് പോകണ്ട. എനിക്കൊന്നും ആവശ്യം വരികയില്ല. 1% 4.3 കിലോമീറ്റർ ഓടിയതാണ്. നിമ്മു 24 കിലോമീറ്റർ. നീ പമ്പൊന്ന് നോക്കണേ, നിന്നതിനകത്ത് ഇതെടുത്തിട്ടാ മതി. അതിൻ്റെ പേരിന് ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിർത്തണമെങ്കിൽ പറയണം. അത് പറയണ്ടേ. ഞങ്ങൾ തിരിച്ചു അങ്ങോട്ട് പോയപ്പോൾ ഇതിവിടെ രാത്രിയായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയത്. നല്ലൊരു വ്യൂ പോയിന്റ്. വെയിൽ, ഈ തണുപ്പ് വന്നപ്പം നമ്മളാകെ കണ്ടൊരു വാണിങ് വണ്ടിയാണ് വന്നത്. വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെയാണ്. പക്ഷെ അത് തിരിച്ച് കഴിയുമ്പം മാറും. ചൂടായി ആ തണുത്ത് കിടക്കുന്നതിൻ്റെ ഉള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞൊക്കെ കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ കാണിക്കാറൊന്നുമില്ല. പിന്നെ സ്റ്റാർട്ടാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും ഒന്നും കാണിക്കില്ല. രാവിലെ ആ വണ്ടി കോൾഡായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഓണാക്കുമ്പോഴത്തേനും ആ ഒരു വാണിങ്, ഒരു എന്നാ പറയുന്നത്, ഒരു ഓറഞ്ച് കളറിൽ ഒരു വാണിങ് കാണിക്കും. അല്ലാതെ വേറെ വാണിങ് ഒന്നും കാണിക്കാറില്ല. കുഴപ്പമില്ല. ഞങ്ങളിങ്ങോട്ട് വന്നത് രാത്രിയിലായതുകൊണ്ട് ഈ ഭാഗങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. നല്ല രാത്രിയായിരുന്നു. ഏകദേശം 10 മണി കഴിഞ്ഞ് ഈ ഭാഗത്ത് 10-10:30 ആയി. ഭാരത് ബെൻസിൻ്റെ ഒരു ഷോറൂമുണ്ട് സെയിൽസ് സർവീസ് പേഴ്സ് എല്ലാം. ഇങ്ങോട്ടൊക്കെ ലെവൽ റോഡാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ അത് ഇവർക്ക് നമുക്ക് ഇത്ര ക്ലിയർ ഉണ്ട്. എല്ലാം ഇറക്കം പോലെയൊക്കെയാണ് മനസ്സിലായത്. എൻ്റെ അത് ചാർജ് ചെയ്ത് കഴിഞ്ഞു കയറാൻ പറ്റില്ല. എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമുക്ക് ഈ രാത്രി ഇതുവഴി വരുമ്പോൾ നമുക്ക് കയറ്റമാണെന്നുള്ളത് അറിയാം, സൈഡിൽ മലയാണെന്നുള്ളത് അറിയാം. അല്ലാതെ നമുക്ക് വേറൊരു ഐഡിയയും കിട്ടത്തില്ല ഇതുവഴി ആ വണ്ടി പോകുന്നതെന്ന് തോന്നുന്നു. മടിയുണ്ട്. ഈ താഴെ ഒരു ടൗണൊക്കെ ഉണ്ട്. നമുക്ക് രാത്രി വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടോ. ഒയ്യോ, വഴി കിടക്കുന്നേട്ടാ. ഇതൊക്കെ കയറ്റമായിരുന്നു, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ലിഫ്റ്റ് ചെയ്യുന്നവർ കാണുമായിരിക്കും.
നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും പോകാതിരിക്കാമല്ലോ. ചില വഴിയൊക്കെ നമ്മളങ്ങനെ കയറിപ്പോകാൻ പാടില്ലാത്ത വഴികളൊക്കെ കാണും മോനെ. പക്ഷേ ഇത്ര വലിയ കയറ്റമാണ് നമ്മൾ കയറിയെന്ന്. സിമ്പിള്. രാത്രി കയറി വന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഈ കയറ്റമൊന്നും വലിയ കയറ്റമായിട്ട് തോന്നിയില്ല. ഇപ്പം നല്ല ഇറക്കമുണ്ട്. ഏതായാലും ഇതേ വലിയൊരു ആറ് പോകുന്നു. ഇൻഡസ് റിവർ ചൈനയിൽ നിന്ന് വരുന്ന റിവറാണത്. അത് കുഴപ്പമില്ല. 90% വണ്ടി. ഇപ്പോൾ ഞാൻ ഇതാ ഇട്ടേക്കുന്നത്. റീജൻ ഇടണ്ട, ക്രൂയിസ് ഇട്ടാൽ മതിയല്ലോ. ഞാൻ റീജൻ ഓഫാക്കി ക്രൂയിസിൽ അല്ലാതെ ഓടിക്കട്ടെ. നല്ല കയറ്റമായിരുന്നല്ലേ. ഇത്ര നമ്മൾ ഫീൽ ചെയ്തായിരുന്നോ? നമ്മൾ ഇതുവഴി തന്നെയല്ലേ വന്ന്. ഈ വഴി പിടിച്ചത് നന്നായി. കലാഷിക്ക് തന്നെയാണല്ലോ പോകുന്നത്. അതെ അതെ, ഗീത സോൻമാർഗല്ലേ വെച്ചേക്കുന്നത്. നമ്മുടെ വണ്ടി നിർത്തി വെക്കുന്നതാണോ? നമ്മൾ വന്നിട്ടാവും നമ്മൾ വീടുകളൊക്കെ കണ്ട സ്ഥലം. എടാ അത് തന്നെ, നമ്മളാ മണ്ടേന്ന് കണ്ടില്ലേ? അതേടാ. ലേന്ന് കലാഷി വരെ സീനൊന്നുമില്ല. ഇനി 62 കിലോമീറ്ററേ ഉള്ളൂ. വണ്ടി റീജനും എല്ലാം കൂടെ ആയിട്ടൊരു 90-91% ഇപ്പോഴും ഉണ്ട് വണ്ടി. നമ്മളെ ആദ്യമായിട്ട് വരുന്നൊരു ഏരിയയിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സ് മുഴുവൻ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. അവിടുന്ന് വന്നപ്പം മുഴുവൻ ഇറക്കമായിട്ടും ഒക്കെ ഫീൽ ചെയ്ത്. ഈ കയറ്റമൊക്കെ ഇത്രയും വലിയ ഇറക്കം താഴോട്ടുണ്ടെന്നുള്ളതൊന്നും മനസ്സിലായില്ല. ആ അത് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ എന്നാലും ഇത്ര ഇറക്കം ഉണ്ടെന്നുള്ളതേ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കലാഷി വരെ ഇത് ഇറക്കമായിരിക്കും. നമ്മൾ എപ്പോഴും റേഞ്ച് നോക്കി ഒക്കെ ഓടിച്ച് നമ്മളങ്ങനെ അതൊക്കെ ആയിരിക്കാം കേട്ടോ. എനിക്കതിന് പറയാണ്ട്. ഒന്നാമത് നമ്മൾ ഈ കയറ്റം കാണുമ്പോൾ വളരെ പതുക്കെയല്ലേ പോരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ മനസ്സ് ആകെ ടെൻഷനാകും. പിന്നെ ഇറക്കം ഇറങ്ങുമ്പം കുത്തനെയുള്ള ഇറക്കം, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് നല്ലപോലെ ടെൻഷൻ ജനറേറ്റ് ചെയ്യുമായിരിക്കും. അതാണോ എന്താണോ, ഏതായാലും ഇപ്പം ഏതായാലും ഇറക്കം ഇറങ്ങുന്നത്. ഞങ്ങളൊരു പുഴ കണ്ടിട്ട് നിർത്തിയതാണ്. ഇതാണ് ഇൻഡസ് റിവർ. താഴോട്ടൊഴുകുന്നു. ഈ താഴെ മുഴുവൻ വേസ്റ്റാണ്. അതൊരു മാറ്റവും ഇല്ല ഒരിടത്തും. ഇവിടെ നിന്ന് മേളിലോട്ട് കയറ്റം, താഴോട്ട് ചെറിയ, നമുക്ക് റീജനൊന്നും ഇടാണ്ടുള്ളതൊന്നുമില്ല. നമ്മൾ ഈ യാത്രയിൽ നമ്മുടെ EV എക്സ്പീരിയൻസ്, അതായത് ശ്രീനഗർ ടു ലേ ടു ശ്രീനഗർ എന്നുള്ള ഒരു റൂട്ടിലെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ഒരുപാട് ഡേഞ്ചറസ് കേർവ്സും നമുക്ക് വഴി കാണത്തില്ലാത്ത പോലത്തെ റോഡ്സും, ഇപ്പം തന്നെ ഈ കാണുന്ന ഇങ്ങനെ കല്ലൊക്കെ മണ്ടയിലോട്ട് നിൽക്കുന്ന പോലത്തെ വഴികളാണ്. ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് സുരക്ഷിതമായി പോയി വരാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പോയി, ഓക്കെ, നോ പ്രോബ്ലം. നമുക്കൊരു ചലഞ്ച് എടുത്ത് പോകാനാണെങ്കിൽ നമുക്ക് ചെറിയ ബാറ്ററി ഉള്ള വണ്ടി കൊണ്ട് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു കംഫർട്ടബിൾ ലെവലിൽ നമ്മൾ പോയി യാത്രകൾ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി റേഞ്ചുള്ള വണ്ടിയാണെങ്കിൽ നല്ലതാണ്. അത് ശരിക്കും നമുക്കൊരു സമാധാനമാണ് നമ്മുടെ യാത്ര ഫുള്ള്. പിന്നെ ഇത് ആദ്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ടുള്ളൊരു ടെൻഷനായിരിക്കും. ഇങ്ങനെ ഒരു നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെയും കുറച്ച് മനുഷ്യരുണ്ട്. ഫുള്ള് 2 സൈഡും മല മാത്രമേ കാണാനുള്ളൂ. അത് ഈ സമയത്ത്, മഞ്ഞുള്ള സമയത്താണെങ്കിൽ അതിനേക്കാളും ഭീകരതയായിരിക്കും. ഇതിനകത്തൊരു ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് വേറൊന്നുമല്ല. നമുക്കൊരു സഹായം കയറി വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ശ്രീനഗറിൽ നിന്ന് കയറി വരണം, അല്ലെങ്കിൽ കാർഗിലിൽ നിന്ന് കയറി വരണം, അല്ലെങ്കിൽ താഴെ ലേയിൽ നിന്ന് കയറി വരണം. ഈ ഗ്യാപ്പിൽ വേറെ അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കലാശി വരെ സുഖമായിട്ട് എത്തും.
എവിടുന്ന്? ലേന്ന്. അല്ല, അല്ലാതെ എത്തും മോനെ, എത്തായി ഒന്നുമില്ല. നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ലാവിഷാകാൻ പോയാൽ പണി കിട്ടും. ഇച്ചിരി പതുക്കെ ഒക്കെ കയറിപ്പോയാൽ ഫത്തുല്ല ടോപ്പൊക്കെ നമുക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. വഴിയൊക്കെ നല്ല സെറ്റ് വഴിയാണ്, വഴിക്കൊന്നും ഒരു കുഴപ്പമില്ല. നല്ല വ്യൂസാണ്, നമ്മുടെ മനസ്സിൽ കയറി കിടക്കുന്ന പോലത്തെ വ്യൂസാണ്. പിന്നെ എന്നാ മോനെ പറയാനുള്ളത് നമുക്ക്? ഇന്നും നാളെ കൂടെ നമുക്ക് ലേയെ പറ്റി പറയാനുള്ളൂ. പിന്നെ നമ്മളെ യാത്ര മുന്നോട്ട് പോവല്ലേ. നമ്മൾ പിന്നെ എല്ലാവരെയും കയറ്റി വിട്ടേക്കും, എല്ലാവരും പോയിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ. വണ്ടി ഓടിക്കുന്നവർ വളരെ സൂക്ഷിച്ച് ഓടിച്ചോളാം. എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ നിർത്തിയിട്ട് എടുക്കുക. മൊത്തം പല കളറിലുള്ള മലനിരകളും. ഇവിടെ വീടിനൊന്നും പുറത്തു പോലും ആയി, തണുപ്പായതുകൊണ്ടാണോ എന്നറിയത്തില്ല, വീടിനൊന്നും പുറത്തോട്ട് പോലും ആരും ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ല. EVA വരുമ്പം ഒരു കുറ്റമൊന്നുമല്ല, എന്നാലും EVA വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തെക്കാളും കൂടുതൽ വണ്ടിയുടെ ഇഷ്ടത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ എത്ര കണ്ട് വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ നോക്കണം, നല്ല ചാർജിങ് സ്റ്റേഷനാണോ എന്ന് നോക്കണം, വണ്ടി പോകുന്ന റൂട്ടിൽ കിലോമീറ്റർ ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ലാതെ നമ്മളൊരു തൻ്റെ ഇടം കാണിച്ചു, നമുക്കതുകൊണ്ട് ഇവിടം വരെ വരാൻ പറ്റി, അത് വേറെ കാര്യം. ഇൻഡസ് റിവറാണ് നമ്മുടെ സൈഡിൽ കൂടെ ഒഴുകുന്ന, ഒരു പച്ച കളറിലാണ് ഒഴുകുന്നത്. തെളിനീര് വേണം. തെളിനീര് നമുക്ക് കാണും, നമ്മുടെ അടുത്ത തെളിനീര് പോലത്തെ തെളിനീരൊന്നുമല്ല, ഇതൊരു പച്ച കളറിലാണ് ഒഴുകുന്നത്. യു ആർ എൻട്രിങ് എ മിലിറ്ററി സോൺ. ക്യാമറ ഓഫ് ആക്കടാ. അങ്ങനെ നമ്മുടെ ലേ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസമാണ്. നമ്മളിന്ന് എവിടെയും വരെ എത്താൻ പറ്റും എന്നൊന്നും അറിയില്ല. നമ്മൾ മാക്സിമം ഇന്ന് പോകാൻ ശ്രമിക്കും. നമ്മുടെ ഈ യാത്ര വാണ്ടർലസ്റ്റ് എക്സ്പെഡിഷൻ പവർ ചെയ്യുന്നത് ലെക്സോൺ ടാറ്റയാണ്. അവർക്ക് ഒരുപാട് നന്ദി പറയുന്നു. നമുക്കിതുപോലൊരു യാത്ര അവർ റെഡിയാക്കി തന്നതിന് അവർക്ക് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാറ്റയുടെ വെഹിക്കിൾസ് സർവീസ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവർ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അപ്പം ഒരിക്കൽ കൂടി ലെക്സോൺ ടാറ്റ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ 2,22,000 കഴിഞ്ഞ് നെക്സോൺ EV ആയിട്ട് ഞങ്ങൾ മുന്നേറുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും കല്ലാഷി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ ടൈഗർ ഹിൽ ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഇത് പെട്രോൾ പമ്പുണ്ട്. അവിടെ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട്. ഗൺ 2 ആണ് വർക്കിങ്, ഗൺ 1 വർക്കിംഗ് ആയിട്ട് കാണുന്നില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. നല്ല ഫുഡാണ്, ചായ, കാപ്പി, നൂഡിൽസ്, അതെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനം തന്നെ അവിടെ ഉണ്ട്. അവിടുത്തെ ബാത്റൂമും നല്ല നീറ്റാണ് കേട്ടോ. ഈ ചുറ്റുവട്ടമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, വലിയ മലനിരകളാണ്. നമുക്ക് ഈ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് പോയാൽ ശ്രീനഗറും റൈറ്റിലോട്ട് പോയാൽ ലേ. കുറച്ചധികം ദൂരം താണ്ടാണ്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിലോട്ട് എത്തുമ്പോൾ 35 കിലോമീറ്റർ. നമ്മൾ ഈ യാത്രയിൽ തിരിച്ചു പോകുമ്പോൾ ഉള്ളതിൽ നമ്മുടെ കയ്യിൽ ഏറ്റവും ടെൻഷനുള്ളൊരു സ്ട്രെച്ചാണ് ഫത്തുല്ല ടോപ്പിലോട്ടുള്ള. 35 കിലോമീറ്ററാണ് കാണിക്കുന്നത്, പക്ഷേ നല്ല കയറ്റമായിരിക്കും. ഇതിനകത്ത് നമ്മളിപ്പം വണ്ടി ഫുള്ള് റീജിയനെല്ലാം ഓഫാക്കി ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പം ആദ്യത്തെ കുറച്ച് ഭാഗം നല്ല ഇറക്കമാണ്, അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ കയറ്റം തുടങ്ങും. നമുക്ക് കോൺഫിഡൻസിനൊരു കുറവുമില്ല, പക്ഷേ ചെറിയൊരു ടെൻഷനുണ്ട്, ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചാർജിങ് സ്റ്റേഷൻ 97 കിലോമീറ്ററിനപ്പുറത്ത് കാർഗിലാണുള്ളത്.
അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മൾ മാക്സിമം എത്താൻ പറ്റുന്ന രീതിയിൽ പണിയെടുക്കുക. ഇവിടെ ഒന്നും ഒരു 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 ഇഷ്യൂ കാര്യങ്ങളില്ല. ഇപ്പോൾ ഈ നമ്മളീ പോകുന്നതെല്ലാം ജസ്റ്റ് ഇറക്കത്തെ കൂടെയാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പം കയറ്റത്തേലോട്ട് മാറും. ഞങ്ങൾ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴാണ് ഇതുവഴി ഇറങ്ങി വന്നത്. അന്നേരം സത്യം പറഞ്ഞ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. അല്ല, ഇപ്പം എനിക്ക് വലിയ ഭീകരാന്തരീക്ഷമൊന്നും തോന്നുന്നില്ലടാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്, കാഴ്ചകൾ കാണാം. മറ്റേത് അവർ എഴുതിയേക്കുന്ന കല്ല് വീഴും എന്നുള്ളത് മാത്രമേ കാണാനുള്ളൂ. അത് മാത്രമല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡിൽ റോഡ് പകുതി പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. സ്റ്റീപ്പ് ഇൻക്ലൈൻ ഉണ്ട്, ഒരു 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 എങ്ങനെ പോയാലും ഒരു 5 കിലോമീറ്റർ നല്ല ഇൻക്ലൈൻ ഉണ്ട്. അതല്ല, ഒരു സൈഡിലോട്ട് റോഡ് ഒരു സൈഡ് പോയി കിടക്കുന്ന ഒരു ഭാഗം കിടപ്പുണ്ട്. ഇപ്പം 2% 7 കിലോമീറ്റർ ഓടി വണ്ടി. അത് ഇറക്കമായതുകൊണ്ടാണ് കേട്ടോ. റോഡിൽ എഴുതി വെച്ചേക്കാൻ 35 കിലോമീറ്റർ, മാപ്പ് കാണിച്ചേക്കുന്നത് 28 കിലോമീറ്റർ. ആരാ ശരിയെന്ന് നോക്കാം അല്ലേ അത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീജൻ കിട്ടത്തില്ലല്ലോ. നമ്മൾ 98% അല്ലേ. അല്ല, അത് ഇഷ്യൂ ഇല്ല, കറണ്ട് എടുക്കുന്നില്ല വണ്ടിയാണ്. ഒന്നാമത് ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഘടന ഒരു നമ്മുടെ അവിടുത്തെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചറൊന്നുമല്ല. നമ്മൾ ഈ കെട്ടിടം പണിയാനൊക്കെ മണ്ണ് മാറ്റിയിട്ട് അടുത്ത് കൂട്ടിയിടുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ മണ്ണ് കിടക്കുന്നത്. അതിൻ്റെ ഒന്നും അടിയിലൊന്നും സ്വപ്നത്തിൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല. എപ്പോഴാണ് തലകുത്തി വീഴുന്നതെന്നുള്ളത് അറിയത്തില്ല. ഇവിടെ ഒരു ഈ നമ്മുടെ ലേ തൊട്ട് ഇങ്ങോട്ടൊരു കാഴ്ച കണ്ടെന്ന് വെച്ചാൽ വണ്ടികൾക്കെല്ലാം ആണുങ്ങൾ അങ്ങനെ കൈ കാണിക്കുന്നത് കണ്ടിട്ടില്ല. സ്ത്രീകൾ കൂടുതലും കൈ കാണിക്കുന്നുണ്ട്. പിള്ളേരും വലിയവരും പ്രായം ചെന്നവരും ഒക്കെ. വേറെ യാത്രാമാർഗങ്ങളില്ലാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. നമ്മൾ വളരെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്, വളരെ സ്പീഡ് കുറച്ച്. കാരണം നമ്മൾ ഇറങ്ങി വന്ന കയറ്റങ്ങളും ഇറക്കങ്ങളും നമുക്കറിയാമല്ലോ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് വരാം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൊത്തം ഇറക്കം കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ തോന്നും. അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, വരാം. ഞാനും അന്നേരം വീഡിയോയിൽ ഞാനും പറഞ്ഞു EV കൊണ്ട് ഇതുവഴി വന്നാൽ എങ്ങനെ കയറിപ്പോവും എന്നുള്ളൊരു ഇത് പറഞ്ഞെങ്കിലും നമുക്ക് കയറിപ്പോകാൻ പറ്റും. വളരെ സ്പീഡ് കുറച്ച് നമ്മൾ റീജൻ ആ ലൈനോട്, ഇപ്പം എൻ്റെ നെക്സോണിൻ്റെ ആ ലൈനോട് ചേർത്ത് പോവുക. പലരും നമ്മളെക്കാളും സ്പീഡിൽ പോവും, ഒക്കെ പോവും. നമുക്കൊരു സേഫ് സോണിലെത്തുന്നതോടെ വരെ നമ്മൾ സൂക്ഷിച്ചു പോവുക, അത്രയും. ഇപ്പോഴും ഞങ്ങളുടെ മുഖം കാണിച്ചാൽ ഒരു ബോറല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളുടെ മുഖം അധികം കാണിക്കുന്നില്ലാത്തത്. നിറക്കമൊക്കെ ഇപ്പം തീരും. നമ്മളിങ്ങനെ ഈ മറ്റേ ടോം ക്രൂസിൻ്റെയൊക്കെ പ്ലെയിൻ ഓടിക്കുന്ന മൂവിക്കകത്ത് ഈ വലിയ പാറയിടുക്കിനകത്തൂടെയൊക്കെ പുള്ളി പ്ലെയിൻ ഓടിക്കുന്ന ഫൈറ്റർ ജെറ്റൊക്കെ ഓടിക്കുന്നില്ലേ, അമ്മാതിരി സ്ട്രക്ചറാണ് ഇവിടുത്തെ പാറയ്ക്കൊക്കെ. ഈ ഊർന്ന് കിടക്കുന്ന കല്ലായതുകൊണ്ട് അതും സൂക്ഷിക്കണം നമ്മൾ ഓടിക്കുമ്പോഴേ. കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഈ ഇറക്കം അങ്ങ് മാറും. ഇവരുടെ റോഡ് വെട്ടിയേക്കുന്നതൊക്കെ ഈ പാറയുടെ അടിയിൽ കൂടെയൊക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് സത്യം പറഞ്ഞ പേടിയാകുന്നത്. ഈ അടുത്ത് വല്ലതും വീണ് കിടന്നാണോ? അല്ല, നമ്മ വന്ന് പോയപ്പോ ഇടിഞ്ഞു പോയോടോ. അല്ല, ഇടിഞ്ഞു പോയോടെ ആയില്ല. ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇടിഞ്ഞു പോയോടെ ഒരു ഇറക്കത്തേലായിരുന്നു. അല്ല, ഇവിടെ കല്ല് കിടപ്പുണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും കിടപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് വന്ന അല്ലടാ, അവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ടോ? അല്ലാതെ നല്ലപോലെ ഇടിഞ്ഞ ഒരു സ്ഥലം ഉണ്ടോ? ഇതാണ് നമ്മള് പാറയുടെ അടിയിൽ കൂടെ ഒക്കെ പോകാന്ന് പറഞ്ഞാൽ ആ പാറയൊക്കെ വിണ്ട് നിൽക്കുക. ബൈക്കുകാരുടെ പറുദീസയാ കേട്ടോ, അല്ലേ? കുറെ പേരെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ കുറെ പേര് ഇവിടെ വന്നിട്ട് വല്ലാതെ അവിടുന്ന് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ ബൈക്ക് എടുത്ത് വരുന്നവരുണ്ട്, അല്ലാതെ ലേക്ക് ചെന്നിട്ട് ബൈക്ക് റെന്റിന് എടുത്ത് പോകുന്നവരുണ്ട് കേട്ടോ. അതാണ് കൂടുതലും.
കൂടുതൽ ഹിമാലയനോ എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. എനിക്ക് ഈ ബൈക്കിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. ഇങ്ങനെ കുറെ ലെവൽ റോഡ് ഉണ്ടായിരുന്നു നമ്മൾ വന്നത്. ഉം. നമ്മളൊക്കെ എന്നാന്ന് വെച്ചാൽ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് ആദ്യമായിട്ട് വരുമ്പം ഒന്നാമത് ഒരു മനുഷ്യനില്ല റോഡിൽ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മൈൻഡ് ആകെ ഒരു വല്ലാത്ത രീതിയിലോട്ടാവും. അപ്പോൾ ഈ എല്ലാ ഇറക്കവും എല്ലാം കയറ്റവും ഒക്കെ ആയിട്ട് തോന്നും. കയറ്റം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാല് ഇപ്പം നമ്മള് അവിടെ പമ്പിരിക്കുന്ന 9,000 അത്രയും അടിയിലായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 13,000 അടിയിലാണ് ഫത്തുല ടോപ്പ്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട്. ഇവർക്ക് ഈ കല്ലുമാറ്റലും പരിപാടികളും ഒക്കെ ഒരു ടാസ്ക് ആയിരിക്കും എന്നും അല്ലേടാ. ചെയ്ത് ശീലമായി കാണും. എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ അല്ലാതെയും കുറേ ഊടുവഴികൾ വെട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ചില മഡ് റോഡ് വല്ല ഗ്രാമത്തിലോട്ടൊക്കെ പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫത്തുല ടോപ്പിലോട്ടുള്ള 22 കിലോമീറ്റർ കയറ്റം കയറാൻ പോവാണ്. കുറച്ചധികം ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉണ്ട്. ഫുൾ ത്രോട്ടിൽ കൊടുത്തു പോയാൽ നല്ലപോലെ പറന്ന് കയറും, അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്കങ്ങനെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് കയറാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കത് കഴിഞ്ഞ് മുന്നോട്ട് പോകണം. അത് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വീഴാറായിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അത് ഇതുവഴിയാണ് പോകേണ്ടത്. അതുവഴിയല്ല, അതിൻ്റെ അപ്പുറം വഴിയാണ് തോന്നുന്നു. ചില കയറ്റങ്ങൾ കയറ്റങ്ങളുണ്ട്, കയറ്റം ഇല്ലെന്നില്ല. ചില കയറ്റങ്ങൾ നല്ല കുത്തനെ കയറുവേ. ആ കയറുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ ലെവലാണ്. കയറുന്നൊരു സ്റ്റീപ്നെസ് വരുന്നത്, പിന്നെ ഒരു ലെവലിലാണ് കൊണ്ടുപോകുന്ന റോഡ്. അല്ലാതെ നേരെ കുത്തനെ 13,000 അടി പൊക്കി അങ്ങ് കൊണ്ടുപോകില്ല. പതുക്കെ പതുക്കെ കയറുന്നു. ഇവിടെയൊക്കെ ലെവലാണ്. ചെറിയ കയറ്റം എന്നാൽ ഓവറായിട്ട് നമ്മുടെ വണ്ടിയെ ഞെക്കിക്കളയുന്ന പോലത്തെ കയറ്റമൊന്നുമില്ല. ഞങ്ങളിനി ഒരു 8 കിലോമീറ്ററും കൊണ്ട് ഫത്തുല ടോപ്പിലെത്തും. 13,479 അടി. അത്ര ഹൈറ്റിലോട്ട് തിരിച്ച് ഞങ്ങൾ കയറിയതാണ്, തിരിച്ച് കയറും. താഴേന്ന്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കേട്ടോ, എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് ആ മലയുടെ മണ്ടവശം കണ്ടപ്പം എനിക്ക് ശരിക്കും പേടിയായി. ഇവിടുന്ന് കണ്ടപ്പോൾ അത്ര വലിയ പേടി തോന്നുന്നില്ല. ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നേ. ഇങ്ങോട്ടധികം വലിയ കയറ്റമില്ലാത്തല്ലോ, പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഇറക്കമുള്ള പോലെ. ഭയങ്കര ഇറക്കമുള്ള പോലെ ഫീൽ ചെയ്തു. അതെ, എനിക്ക് തോന്നുന്നില്ല മാധു, നമുക്ക് ആ യാത്രയുടെ ടെൻഷനും എങ്ങനെ ആകും എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ചിലപ്പം കേട്ടോ. ഇനിയുണ്ട് കേട്ടോ 8 കിലോമീറ്റർ കൂടെ. അല്ല ആയിക്കോട്ടെ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ, കയറ്റം ഉണ്ട്, കയറ്റം ഇല്ലെന്നല്ല. പിന്നെ 13,000 അടി പൊക്കത്തിലോട്ട് എത്തണ്ടേ. അപ്പം നമുക്ക് കയറ്റം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറഞ്ഞ റേഞ്ചുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഓടിക്കണം. ഞങ്ങളിപ്പോൾ എന്നാന്ന് വെച്ചാൽ വിൻഡിൻ്റെ ഡ്രാഗ് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ചേക്കുക. അതിനകത്തൊക്കെ വല്ല കഥയുണ്ടോ എന്നുള്ളത് എനിക്കില്ല, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ചിന്ത. അങ്ങനെ ചെയ്താൽ ഇച്ചിരി കൂടെ മൈലേജ് പോകാതെ നമുക്ക് കിട്ടും എന്ന് തോന്നിയതുകൊണ്ട് നമ്മളത് ഗ്ലാസ് പൊക്കി വെച്ചേക്കുന്നു. ഇവിടെയൊക്കെ കരടി ഉള്ളതായിട്ട് പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു കറുത്ത സാധനം, പശുവാ സോറി. നമ്മളങ്ങ് പതുക്കെ അങ്ങ് പോയാൽ മതി. നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ ഞാൻ എല്ലാ വണ്ടിക്കാരെയും കയറ്റി വിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴും തൊട്ട് അങ്ങനെ തന്നെയാണ് പോരുന്നത്. പക്ഷെ ഇവിടെയൊക്കെ റോഡുണ്ടാക്കിയ ബ്രോയെ സമ്മതിച്ചു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സോൻ പപ്പടി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്ന മലയാണ്. അതിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. കല്ലുകൾ അങ്ങനെയുള്ള സ്ഥലത്തൂടെയാണ് ഇവർ ഇത്ര നല്ല റോഡ് നമുക്കായിട്ട് വെട്ടിത്തന്നത്. ചിലയിടത്തൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, ഇടിയുന്നത് അവർ ശരിയാക്കുന്നുണ്ട്. ഇപ്പൊ കയറ്റമുണ്ട് ഇച്ചിരി. കയറ്റമെന്ന് പറയാണ്ടില്ല, അതുകൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് ഇത്ര കൂടുതൽ വരുന്നത്, കയറ്റം കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ നമുക്ക് ഒരുപാട് കയറ്റം ഫീൽ ചെയ്തേ. ഇറക്കം.
ഞങ്ങളുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ കാർഗിലാണ്. ഞങ്ങൾ കാർഗിലെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം 51 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം നമുക്ക് റേഞ്ച് ഉണ്ട്. ഒരു അടുത്ത വർഷത്തോടു കൂടിയൊക്കെ ഏത് EV കൊണ്ടും വരാം കേട്ടോ. കാരണം വെച്ചാൽ പല പല പുതിയ ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുണ്ട്. ദ്രാസിൽ തന്നെ 2 വരുന്നുണ്ട്, കാർഗിലിൽ 2 വരുന്നുണ്ട്. പിന്നെ ഈ മുൽബക്ക് എന്ന് പറഞ്ഞാൽ കാർഗിൽ കഴിഞ്ഞ് ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ ഉള്ളൊരു സ്ഥലമുണ്ട്. 20 അല്ല, ഒരു 30 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെയുണ്ട്. അവിടെയും ചാർജിങ് സ്റ്റേഷൻ വരാനായിട്ടുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഓയിലാണ് അതിന് മുൻകൈ എടുത്തേക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഏത് വണ്ടി കൊണ്ടും ലേക്ക് പോകാമെന്നൊരു കാരണത്തിലേക്ക് എത്തും. ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചായിരുന്നു. അങ്ങ് നെഗറ്റീവ് അടിച്ചു പോയി. തിരിച്ചെന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. ടോയിങ് മാൻ വിളിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ തന്നെ ഒരു മൈൻഡ് സെറ്റായി പോയി. കാരണം അങ്ങോട്ട് ഇറക്കവാ, ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ കുത്തനെ ഇറക്കവാ. അപ്പോൾ ഈ നമ്മുടെ ഈ ഇറക്കയിലാണ് കാണുമ്പോൾ നമ്മൾ ആ മൈൻഡ് സെറ്റായി. ശരിക്കും പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല, 10-30 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ ഇറക്കമെന്ന് പറയാനില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതൊന്നും. നമ്മൾ ഇറക്കം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച് നമ്മൾ ശ്രീനഗർ ചെന്നു. അപ്പം നമ്മുടെ നോയ്സ് ഫാക്ടറിയിൽ നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ നോയ്സ് ഫാക്ടറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു. അവർ ഇതിനെ നമ്മളെ ഒക്കെ പോകുന്നതിന് ചാർജിങ് സ്റ്റേഷനൊക്കെ വരുന്നതിന് മുമ്പേ അവർ ലേ പോയിട്ട് തിരിച്ച് വന്നവരാ. അപ്പോൾ അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ധൈര്യമായിട്ട് പോകാൻ, പേടിക്കണ്ട, ഇപ്പം ചാർജിങ് സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ കയറ്റം കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു അഡ്വൈസിൽ നമ്മൾ അങ്ങ് കയറിപ്പോയതാണ്. വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. EV കൊണ്ട് വരാം. എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് കയറിപ്പോയപ്പോൾ EV കൊണ്ട് വരികയേ ചെയ്യില്ലെന്ന് പറഞ്ഞൊരു ആളാണ്. പിന്നെ ഒരു ഡിഫക്റ്റ് എന്നാന്ന് ചോദിച്ചാൽ ഈ ലേ കഴിഞ്ഞാൽ പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. കലാശി കഴിഞ്ഞ് ലേ കഴിഞ്ഞാൽ പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് വളരെ കുറവാണ്. അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സംഭവം 17 ഡിഗ്രി ആണെങ്കിലും നല്ല ചൂടാണ്. കാറ്റുണ്ട്, പക്ഷെ നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവുക. നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഒരുപാട് പേര് EV കൊണ്ട് ഈ വഴി തന്നെ പോകുന്നുണ്ട്. എല്ലാം മറ്റേ ഹൈ എൻഡ് ഹാരിയർ, B6, XCV 9S അങ്ങനെയുള്ള വണ്ടികൾ കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സോൺ 45 ഇതൊക്കെ പലരും കൊണ്ടുവന്ന് കാണുന്നുണ്ട്. ഞങ്ങളിപ്പം ദ്രാസ് എത്തി. ഇനിയിപ്പോൾ ഒരു 9 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടെ ഒന്ന് ചാർജ് ടോപ്പപ്പ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങണം. പക്ഷേ കടത്തി വിടുവോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇറക്കമുണ്ട് കുറേ, ഇങ്ങോട്ടും ഇറക്കമുണ്ട്. ഇപ്പം ഓവർ സ്പീഡിങ് ചെയ്യാതെ സാഹചര്യം അനുസരിച്ച് പെരുമാറുക. കയറ്റം കയറുമ്പോൾ റീജൻ ഓഫാക്കി ഒരു ന്യായമായ സ്പീഡിൽ കയറി പോവുക. ഇറങ്ങുമ്പോൾ ആണെങ്കിൽ റീജൻ 1 or 2 ഇട്ടിട്ട് നല്ല രീതിയിൽ റീജൻ കിട്ടുന്ന രീതിയിൽ ഇറങ്ങിപ്പോവുക. നിലവിൽ സോൻമാർഗിനും ലേയ്ക്കും ഇടയ്ക്ക് കാർഗിലൊരു ചാർജിങ് സ്റ്റേഷനുണ്ട്. ദ്രാസിലൊരു ചാർജിങ് സ്റ്റേഷനുണ്ട്, കാർഗിലൊരു ചാർജിങ് സ്റ്റേഷനുണ്ട്, കലാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷനുണ്ട്. കലാശിക്കും കാർഗിലിനും ഇടയ്ക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്, പക്ഷെ അത് ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ ലേ അടുത്ത് ചെന്നിട്ട് നമുക്ക് പിന്നെ ചാർജിങ് സ്റ്റേഷനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുക. നമുക്ക് എല്ലാവർക്കും വണ്ടിയും കൊണ്ട് പോവാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല തണുപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളും ഒക്കെ ഇട്ട് വരിക. നല്ല തണുപ്പുണ്ട്. 20 ഡിഗ്രി ടെമ്പറേച്ചർ കാണിച്ചാലും പുറത്തെ കാറ്റിൽ നല്ല തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ ദ്രാസ് വരെ എത്തി. ഒരു കുഴപ്പമില്ലായിരുന്നു. പേടിച്ച പോലെയൊന്നും പ്രശ്നങ്ങളില്ല. ഇങ്ങോട്ടും ഇറക്കമുണ്ട്, അങ്ങോട്ടും ഇറക്കമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സുഖമായിട്ട് പോയിട്ട് വരാം. അതുപോലെ തന്നെ ചാർജ് സ്റ്റേഷൻ കാണുന്നിടത്ത് ഞാൻ എല്ലായിടത്തും ഫുള്ളാക്കി തന്നെയാണ്. എൻ്റെ വണ്ടി 200
കിലോമീറ്റർ 220 കിലോമീറ്റർ കൂടുതൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ചാർജിങ് സ്റ്റേഷനിലും എത്രയുണ്ടോ അതിൻ്റെ ബാലൻസ് ഫുള്ളാക്കി തന്നെയാണ് പോകുന്നേക്കുന്നത്. ഇനി സോജില പാസിലേക്ക് എനിക്ക് എത്രയാണ് 42 കിലോമീറ്റർ ആണ്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ് 24 കിലോമീറ്റർ സോൻമാർഗ്, അത് കഴിഞ്ഞ് ശ്രീനഗർ, അങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമ്മളേതായാലും വണ്ടി ഫുള്ളാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് മണ്ട വരെ എത്താൻ പറ്റും. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ലഡാക്ക് യാത്ര നമ്മൾ ഇങ്ങുവരെ എത്തി. ഇനിയിപ്പം ബാക്കി നമ്മൾ റിട്ടേൺ ടു ഹോം ആ വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ കടത്തി വിടുവോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. കടത്തി വിടത്തില്ലെങ്കിൽ നാളെ രാവിലെ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. വണ്ടിക്കകത്ത് തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. എടാ ഇങ്ങോട്ട് കടോ അല്ലെങ്കിൽ കരടിയോ പുലിയോ പിടിച്ചോണ്ട് പോകും. ഞങ്ങൾ സ്നോവന്മാർക്കിന് പോകാൻ വേണ്ടി വന്നേക്കുന്നതാണ്. വണ്ടി വിടുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ വഴി നീളെ ആടാണ്. ആട് ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും രണ്ടും അല്ല. നമ്മൾ ലേന്ന് വരുമ്പോഴേ നമ്മൾ പ്രത്യേകം ടൈം ശ്രദ്ധിക്കണം. 8 മണി കഴിയുമ്പോഴത്തേനെങ്കിലും നിങ്ങൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കും, പിന്നെ നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. എന്നാ നമ്മുടെ കൃത്യം 8 മണിക്ക് 8:15 ഇടയ്ക്ക് നമ്മൾ ആ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ അവർ നമ്മളെ കടത്തി വിടും. ഈ സമയങ്ങളിൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വിടുകയില്ല, അത് വേറെ കാര്യം. ഇപ്പം മഞ്ഞില്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ വിടുന്നത്. അത് ഒരു 8 മണിയാകുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി അതുവഴി വിടത്തില്ല. ഇവിടെയാണ് നീ പറഞ്ഞ എന്തോ റിസ്ക് ഫാക്ടറാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം പറഞ്ഞു. എന്നെ ഉപദേശിച്ച ഓ പിന്നെ പറഞ്ഞായിരുന്നു. അതിനാ ഈ ഇരുട്ടത്ത് നീ എന്നെ എടുക്കാണ്ടടാ. അങ്ങനെ ഞങ്ങൾ സോജില പാസ് കഴിഞ്ഞു. ഇനിയും താഴോട്ട് സോൻമാർഗിലോട്ട് 24 കിലോമീറ്ററും കൂടെ ഇറക്കമാണ്. പേടിക്കാനൊന്നുമില്ല. അല്ല, പേടിക്കാൻ ഇല്ലെന്ന് അങ്ങനെയല്ല, റേഞ്ചിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ മേളിൽ നിന്ന് മഞ്ഞോ കല്ലോ എന്തെങ്കിലും വീഴാതെ നമ്മൾ നോക്കി കണ്ടുമൊക്കെ പോവാം. ഓക്കെ.